ന്യൂനപക്ഷാവകാശങ്ങൾ ഒരു ഭീഷണികൾക്കും മുൻപിൽ അടിയറവ് വയ്ക്കാത്ത ധീരമായ നിലപാടുകളാകണം തുടർന്നും ക്രൈസ്തവ സമൂഹത്തിൻ്റേത് എന്ന് സീറോ മലബാർ മീഡിയ കമ്മീഷൻ പള്ളുരുത്തി സെന്റ് റീത്താസിലെ യൂണിഫോം പാറ്റേണുമായി മാത്രം ബന്ധപ്പെട്ട വിഷയത്തെ ഒരു മതവിഷയമായി ആളിക്കത്തിച്ചവർ ഇനിയും അനുകൂല സാഹചര്യങ്ങളിൽ മുതലെടുപ്പിനായി പുറത്തുവരാം എന്നും പ്രസ്താവന. പള്ളുരുത്തി ഹിജാബ് വിവാദത്തിൽ കോടതി കേസ് അവസാനിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു പ്രതികരണം. കോടതി വിധിയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇവയെന്ന് സീറോ മലബാർ മീഡിയ കമ്മീഷൻ കോടതി വിധിയെ തുടർന്നുള്ള പ്രസ്താവനയിൽ അറിയിച്ചു. വിശദമായ വാദം കേട്ടു. വിദ്യാർത്ഥിനിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതായി രക്ഷിതാക്കൾ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ഹർജിയിലെ വിഷയങ്ങളിലേക്ക് കടക്കേണ്ടതില്ല. വിഷയം വഷളാക്കരുതെന്നാണ് സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ സ്റ്റേറ്റ് അറ്റോർണി പറഞ്ഞിരിക്കുന്നത്. ആത്യന്തികമായി നല്ല ബോധ്യം നിലനിന്നതിൽ കോടതിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായ സാഹോദര്യം ശക്തമായി നിലനിൽക്കുന്നുവെന്നും ഈ കോടതി ശ്രദ്ധിക്കുന്നു. ഹർജിയിലെ നടപടികൾ അവസാനിപ്പിക്കുകയാണ്. ഇതായിരുന്നു കോടതി വിധിയുടെ പ്രസക്ത ഭാഗങ്ങൾ. കോൺവെന്റ് സ്കൂളിൽ പഠിച്ച തനിക്ക് ക്രിസ്ത്യൻ സ്കൂളുകളുടെ പ്രവർത്തന രീതി അറിയാം. സിസ്റ്റേഴ്സിനെ കുറിച്ചും നന്നായി അറിയാം. താൻ കത്തോലിക്ക വിദ്യാഭ്യാസത്തിന്റെ ഗുണഭോക്താവാണ് തുടങ്ങിയ പോസിറ്റീവായ കമന്റുകളും ജഡ്ജി VG അരുൺ പറയുകയുണ്ടായി. കുട്ടി സ്കൂളിൽ തുടർന്ന് പഠിക്കാനില്ലെന്ന് അറിയിച്ചതിനാൽ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന് കോടതി അറിയിച്ചു. സ്കൂളിൽ തുടരാൻ ആഗ്രഹമില്ലെന്ന് കുട്ടിയുടെ അച്ഛൻ കോടതിയെ അറിയിക്കുകയായിരുന്നു. തുടർ നടപടി അവസാനിപ്പിക്കുന്നതായി സർക്കാരും വ്യക്തമാക്കി. വിദ്യാർത്ഥിനിയെ ഉടൻ സ്കൂൾ മാറ്റില്ലെന്നും ഹൈക്കോടതിയുടെ നിലപാട് കൂടി അറിഞ്ഞ ശേഷമായിരിക്കും തുടർ തീരുമാനമെന്നുമായിരുന്നു കുട്ടിയുടെ കുടുംബത്തിന്റെ മുൻ നിലപാട്. രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിടുന്നവരും തീവ്ര മതചിന്താഗതിക്കാരും ചേർന്ന് ഒരു സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ പരിഹരിക്കേണ്ടിയിരുന്ന തികച്ചും ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഇത്രമാത്രം സങ്കീർണമാക്കിയത് അപലപനീയമാണ്, ആശങ്കാജനകമാണ്. വിദ്യാഭ്യാസ മേഖലയിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ നിസ്വാർത്ഥ സേവനങ്ങളെ ഒന്നടങ്കം ആക്ഷേപിക്കാൻ രംഗത്തിറങ്ങിയവരും ഈ അവസരം മുതലാക്കി. സ്വയം വിശാലഹൃദയരും നന്മമരങ്ങളുമായി ചമയാൻ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗമായ ചിലരുടെ നാട്യങ്ങളും ശ്രദ്ധേയമായിരുന്നു. നിഷ്പക്ഷത സൂക്ഷിക്കാൻ ബാധ്യസ്ഥരായവരും ഭരണഘടനാ ചുമതലകൾ വഹിക്കുന്നവരുമായവരുടെ പക്ഷപാതത്തോടെയുള്ള പ്രീണന നിലപാടുകളും നമുക്ക് കാണാതിരിക്കാനാവില്ല. തീവ്രവാദ സംഘടനകൾ വിഷയം ആളിക്കത്തിച്ചതിൽ ഇവരുടെ വിവേകരഹിതമായ വാക്കുകൾ വഹിച്ച പങ്ക് ചെറുതല്ല. ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതിന് SDPI പോലുള്ള സംഘടനകളുടെ അമിതാവേശവും നാം കാണാതെ പോകരുത്. പള്ളുരുത്തി സെന്റ് റീത്താസിലെ യൂണിഫോം പാറ്റേണുമായി മാത്രം ബന്ധപ്പെട്ട വിഷയത്തെ ഒരു മതവിഷയമാക്കി ആളിക്കത്തിച്ചവർ താൽക്കാലികമായി അവരുടെ ലക്ഷ്യം നേടിയിരിക്കാം. അവർ ഇനിയും അനുകൂല സാഹചര്യങ്ങളിൽ മുതലെടുപ്പിനായി പുറത്തുവരാം. എന്നാൽ ഇന്ത്യൻ ഭരണഘടന തരുന്ന പൗരാവകാശങ്ങൾ, പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 25 മുതൽ 30 വരെ ഉറപ്പാക്കുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ ഒരു ഭീഷണികൾക്കും മുൻപിൽ അടിയറവ് വയ്ക്കാത്ത ധീരമായ നിലപാടുകളാകണം തുടർന്നും ക്രൈസ്തവ സമൂഹത്തിന്റേതെന്ന് സീറോ മലബാർ മീഡിയ കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. ഷെക്കൈന ന്യൂസ്, കൊച്ചി.